ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള ഭാഗങ്ങളിൽ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ എന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വചനം പറയുകയാണ്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ. അബ്രഹാമിൻ്റെ വിശ്വാസം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ദൈവം വിളിച്ചു വരുത്തും, മരിച്ചതിനെ ദൈവം എന്ത് ചെയ്യും? ജീവിപ്പിക്കും. ഈ വിശ്വാസം അബ്രഹാമിൻ്റെ ഉള്ളിൽ കൊടുത്ത ദൈവം പറയുകയാണ്, നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു. അടുത്ത 18-ാം വാക്യം ഇങ്ങനെയാണ്, നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുൾ ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അപ്പോൾ അബ്രഹാം വിശ്വസിച്ച വിശ്വാസത്തിന് വിരോധമായിട്ട് ഒരു അവിശ്വാസം കിടപ്പുണ്ട്. ഒരിക്കലും സംഭവിക്കത്തില്ല, ഒരിക്കലും നടക്കത്തില്ല എന്ന അസാധാരണമായ ഒരവിശ്വാസം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ നിത്യരാജ്യമുണ്ട്, നിത്യജീവനുണ്ട്, കർത്താവ് വരും എന്നൊക്കെ വിശ്വാസത്താൽ നമ്മൾ വിളിച്ചു പറയുകയാണ്, ലോകത്തോട് വിളിച്ചു പറയുകയാണ്. നോഹ ഒരു കാലഘട്ടത്തിൽ പ്രസംഗിച്ചതുപോലെ പ്രളയം വരുന്നതിന് മുമ്പ്, പെട്ടകം അരരാത്ത് പർവ്വതത്തിനകത്ത് ഉറയ്ക്കുന്നതിന് മുമ്പ് നോഹ വിളിച്ചു പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. അന്ന് അവർ വിശ്വസിക്കാതെ സകലരും വെള്ളത്താൽ, പ്രളയത്താൽ നഷ്ടപ്പെട്ടു പോയി, നശിച്ചുപോയി. ഇതുപോലെ നമ്മൾ വിളിച്ചു പറയുകയാണ്, കർത്താവ് വരുന്നു, നിത്യതയുണ്ട്. ഇവിടെയും വേണമെങ്കിൽ എന്തു ചെയ്യാം? വിശ്വസിക്കാതിരിക്കാം. അവിശ്വാസം നമ്മുടെ ജീവിതത്തിനകത്ത് വരാം. എത്രയോ പേര് വിശ്വസിക്കുന്നില്ല. സ്വർഗമുണ്ടോ, പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരില്ലേ? നമ്മൾ ഒത്തിരി കേൾക്കുന്നല്ലോ, സ്വർഗത്താരയിൽ പോയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇതൊരു അവിശ്വാസമാണ്. അബ്രഹാം ഇവിടെ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. താൻ വിശ്വസിച്ച ഒരു ഭാഗമെന്ന് പറഞ്ഞാൽ മരിച്ചവരെ ദൈവം എന്ത് ചെയ്യും? ജീവിപ്പിക്കും. ഇനി ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ദൈവം വിളിച്ചു വരുത്തും. ഈ വിശ്വാസത്തിന് വിരോധമായിട്ട് ഒരു അവിശ്വാസം നിൽപ്പുണ്ട്. അതെന്തുവാ? നടക്കത്തില്ല, ഇല്ലാത്തൊരു സംഭവത്തെ എങ്ങനെ ഉണ്ടാക്കും? എന്നാൽ അങ്ങനെ ഒരു അവിശ്വാസം നിൽക്കുമ്പോൾ അബ്രഹാം അസാധാരണമായി വിശ്വസിക്കുകയാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്തും അവിശ്വാസത്താൽ ചിലത് നഷ്ടപ്പെടാതെ വിശ്വാസത്താൽ ചിലതിനെ പ്രാപിക്കേണ്ടതിന് ഒന്നുറപ്പിക്കുക. എനിക്ക് ദൈവം ഒരുക്കിയിട്ടിരിക്കുന്ന ആ ശാശ്വതമായ ഭവനം അതെനിക്കുള്ളതാണ്, അതെൻ്റെ ഫെയ്ത്താണ്, അതെൻ്റെ വാഗ്ദത്വമാണ്. അതിനെ മുറുകെ പിടിച്ച് ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ വിശ്വസിച്ച് അതിനുവേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.